അയ്യോ കോംപ്ലിമെന്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും. കൊത്തൊന്നില്ല. ഫിലോപ്പി ഇപ്പൊ അവിടെ ഫ്രൈ ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. കള്ളു കുടിക്കുന്നവർക്ക് വരാം, കള്ളു കുടിക്കാത്തവർക്ക് വരാം. അവര് വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ സാധനം കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും F4 ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഇച്ചിരി കള്ളു കുടിച്ചാലോ? പോട്ടെ. അതിന് കള്ളു കുടിക്കാനാണോ? അല്ല, കള്ളു കുടിക്കാനല്ല, കള്ളു കുടിക്കുന്ന സ്ഥലത്ത് പോയാലോ എന്ന് ഞാൻ പറയായിരുന്നു. അല്ലേ, കള്ളു കുടിക്കാൻ മാത്രമല്ല കേട്ടോ, ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാനും അടിപൊളി വൈബുള്ള ഒരു സ്ഥലം. പറഞ്ഞപ്പോ തന്നെ തൊണ്ടൊന്ന് ക്ലിയർ ആക്കണം അല്ലേ? എങ്ങോട്ടാ പോകുന്നത്? നമ്മള് എറണാകുളത്തുള്ള ബോച്ചയുടെ കള്ള് ഷാപ്പിലേക്ക്. അപ്പൊ അവിടുത്തെ ഞങ്ങൾ ഇവിടെ വന്നു ഓൾറെഡി കേട്ടോ. അപ്പൊ ഇവിടെയിലേക്ക് വരാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എറണാകുളത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ എറണാകുളം നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മുടെ ഗോശ്രീ പാലം കയറി ഇറങ്ങുക. മറ്റേ വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ഒരു 8-8.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഞാറക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ ആ പാലം കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി കഴിഞ്ഞ ഉടനെ വരുന്ന ലെഫ്റ്റ് ആണ്. അവിടുന്ന് ഒരു റോഡിൽ നിന്ന് ആ റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അതിവിശാലമായ പാർക്കിംഗ് ഒക്കെ കൂടിയ നമ്മുടെ ബോച്ചയുടെ ഷാപ്പിലെത്തും. അപ്പൊ നമുക്കിനി അവിടുത്തെ വിശേഷങ്ങള് കാണാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ബോച്ചയുടെ ഷാപ്പ്. നല്ല ഉഗ്രം വ്യൂ. ഇതാണ് അതിവിശാലമായ പാർക്കിംഗ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ എൻട്രൻസ്. വാ, നമുക്ക് ഉള്ളിലോട്ട് കയറാം. ആഹാ, അടിപൊളിയല്ലേ? രണ്ട് സൈഡും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെത്തിയല്ലേ ഈ സൈഡ്, രണ്ട് സൈഡ് നിൽക്കുന്നത്? മഴിയർ ബോച്ച അല്ലേ? കേറി വരുമ്പോ തന്നെ അടിപൊളിയാട്ടോ. സൈഡില് ബോട്ടിംഗ്, നല്ല ആഴം ഉണ്ടെന്നാ പറഞ്ഞെ. ഫ്രീ ബോട്ടിംഗ് ആണ് കേട്ടോ. ഇത് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇവിടെ നല്ല ആഴമുണ്ട്, അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നപ്പോ ഒരു ഫാമിലി ബോട്ടിംഗ് ഉണ്ട് അല്ലേ? ആഹാ, അടിപൊളി കേട്ടോ. ഇവിടുന്ന് കാണുമ്പോ തന്നെ നല്ല രസമുണ്ട്. ഇത് പിള്ളേർക്കുള്ള പ്ലേ ഏരിയ അല്ലേ? അടിപൊളി അല്ലേ? നല്ല രസമുണ്ട്. നമുക്കും കേറിയാലോ? എങ്ങനെ? ആ, ഇവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. ഇത് ലേക്ക് സൈഡ് ഡൈനിങ്. ഉഗ്രം വ്യൂ ആട്ടോ. ഇത് ഫാമിലി സ്പേസ് ആണ്. ഇവിടെ കൂടുതൽ ഫാമിലിക്കാണ്. ഇവിടെ എല്ലാം ഇത് നിയമങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടാട്ടോ. 23 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അടിപൊളി. ഇവിടെ AC ഉണ്ട് കേട്ടോ. AC ഉണ്ടേ. സത്യം പറഞ്ഞ കണ്ടിട്ടേ അടിപൊളി. കുഞ്ഞു ഊഞ്ഞാല്, വലിയ ഊഞ്ഞാല്, അടിപൊളി. ഫുഡ് കഴിക്കാം, ഊഞ്ഞാലാടാ, എല്ലാം ചെയ്യാം. പക്ഷെ ഈ സമയത്ത് വരുമ്പോ ഇപ്പൊ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ വന്നപ്പോ. ഈ സമയത്ത് വരുമ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാമിലി ഹട്ടിലെല്ലാം ഭയങ്കര വെയിലായിരുന്നു. ശരിക്കും ഫേസ് ചെയ്ത് വെള്ളത്തിന് അങ്ങോട്ടല്ലേ ഇരിക്കുന്നത്, അസ്തമയ സമയമല്ലേ. പിന്നെ നമ്മള് അവിടെ കണ്ടില്ലേ, ആ റെസ്റ്റോറന്റ് കണ്ടില്ലേ? ആ റെസ്റ്റോറന്റിൽ ഇവിടെ എല്ലാം റേറ്റ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് AC ഹട്ട് ഉണ്ട്. അവിടെ AC സാധാരണ നമ്മള് റെസ്റ്റോറന്റിൽ ചെല്ലുമ്പോൾ AC-ലും നോൺ AC-ലും കയറുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതൊരു AC ആണ്. ഇതും ഒരു AC ആണ് അല്ലേ? ഓ, ഇത് കൊറേ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. പക്ഷെ ഗെറ്റ് ടുഗദർ വെക്കാൻ ഒരു സമ്മതിക്കുമോ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു നമ്മള് കുറച്ച് ഫാമിലി ഫ്രണ്ട്സും കുറച്ച് ആൾക്കാരുമായിട്ട് വന്നേ, നമുക്ക് കുറച്ചേരം വർത്താനം പറഞ്ഞു. നല്ലൊരു രസം കേട്ടോ.
ആ ഈ വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. സൺലൈറ്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. കുറെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചുള്ള സിറ്റിങ്ങിനുള്ള ഏരിയ ഉണ്ട്. ആ ശരിയാ കേട്ടോ. എനിക്ക് തോന്നുന്നത് അതൊക്കെ അവൈലബിൾ ആയിരിക്കും തോന്നുന്നു. ആ ശരിയാ കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇന്ന ആൾക്കാർക്ക് ഇരിക്കാം കേട്ടോ. അവിടെ മറ്റേ അങ്ങനെയൊക്കെ ചിലപ്പോ പ്രത്യേക ചാർജ് ഉണ്ടാവുമായിരിക്കും. കിടക്കുന്ന ഊഞ്ഞാല് പോയി കിടക്കുന്ന ഊഞ്ഞാൽ അതിനെന്താ പറയുന്നത് എനിക്കറിയത്തില്ല. ആ അതിന്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം. അടിപൊളി. ഇവിടെ ഒരു വള്ളമൊക്കെ ഉണ്ട് കണ്ടോ. സൂപ്പർ. ഹായ് ഹായ്. അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ. ആ ഞാൻ ഓർത്ത് ഇത് വള്ളം ചുമ്മാ വെച്ചേക്കുന്നത്. ഇത് വള്ളം ഡൈനിങ് ടേബിൾ, മനസ്സിലായോ? കണ്ടോ. ആ അത് ഇതിങ്ങനെ ഒരു വള്ളത്തേല് ഒരു ടേബിൾ, ഡൈനിങ് ടേബിളിന്റെ ഒരു ഇതില് സെറ്റ് ചെയ്തേക്കുക അല്ലേ. അടിപൊളി സ്ഥലം അല്ലേ. നല്ല രസമുണ്ട്. സൂപ്പർ. എന്നാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഉഗ്രം വ്യൂ. ഞാൻ ഇതാ കിടക്കട്ടെ ഏട്ടാ. അയ്യോ നിലത്തിടിച്ചോടി. ഇല്ല ഇടിച്ചില്ല. അയ്യോ അത് ഇടിച്ച് മിക്കവാറും പണ്ടാരം അടക്കിനെ കേട്ടോ. ആഹാ ചിങ്കുന് കൊതി വരുന്നുണ്ടോ? ചിങ്കു പണ്ട് തൊട്ടിൽ കിടന്നിട്ടുള്ളതല്ലേ. അടിപൊളിയാ. നമുക്കേ അങ്ങോട്ട് പോവാം, റെസ്റ്റോറന്റിൽ ഒന്ന് പോവാം. അയ്യോ ഇതിലേ വാ. ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? ഫുഡൊക്കെ ഓർഡർ ചെയ്യാന്നേ. ഇത് 9 മണി വരെ ഉണ്ട് സമയം. അത് ശരിയാ. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടക്കാട്ടാ. നമുക്ക് ഈ സൈഡ് തന്നെ ഒന്ന് കയറി നോക്കിയാലേട്ടാ. ഇതിനകത്തോ? അറിയാലോ എന്താന്നുള്ളത്. സ്ലൈഡിംഗ് ഡോർ. ഇങ്ങനെയല്ലേ. കൊള്ളാം കേട്ടോ, കുറെ പേർക്ക് ഇരിക്കാം. ആ ഇതിനകത്ത് വെയിലില്ല, കുഴപ്പമില്ല. വെയിലുണ്ടോ അടച്ചു കഴിയുമ്പത്തിന് കൂളിംഗ് ആവുമായിരിക്കും. പക്ഷെ കൂളിംഗ് ആവാൻ ഭയങ്കര പാടായിരിക്കും. താമസം ഉണ്ടാവും. പിന്നെ കൊള്ളാട്ടോ. മോളുവശമൊക്കെ ചെയ്തേക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. എന്നാന്നറിയോ, ഈ ടൈം ആയോണ്ടാന്നേ, ഈ സമയം ആയോണ്ടാ. അപ്പൊ ഇതെന്തെങ്കിലും നമുക്ക് ഇവിടെ ഇങ്ങനെ വെള്ളത്തിന് ഫിഷിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. മീനിന്റെ ഓപ്ഷൻ ഇട്ടേക്കുന്നതാണ്. ഫിഷ് ചെയ്യാം. നമുക്ക് ഇവിടെ ഫിഷിംഗ് റോഡ് ഉണ്ട്, ഫിഷിംഗ് ബെയ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് ഫിഷ് നമ്മള് ജസ്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്നതിന് ശേഷം അതിന്റെ സൈസും വെയിറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് കരിമീനും സിലോപ്പി അങ്ങനത്തെ ആദ്യം കിട്ടുന്ന ഫിഷ് ഫ്രൈ ചെയ്ത് തരുന്നുണ്ട്. ഫ്രീ ആയിട്ട്. അടിപൊളി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതിന്റെ തൂക്കത്തിനനുസരിച്ച് അല്ല. ആദ്യത്തെ വലുതാണെങ്കിൽ അപ്പൊ സൈസും വെയിറ്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഫ്രീ. അതുകൊണ്ട് നിർത്തിയാലോ? ആ ഒരെണ്ണം കൊണ്ട് നിർത്തിയാലോ ഞങ്ങള്? കുഴപ്പമില്ല. അടിപൊളി സംഭവം. നമുക്കത് ഇട്ട് നോക്കിയാലോ? അതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു തരണേ. അവര് സെറ്റ് ചെയ്ത് തരും. മീൻ പിടിക്കാം. അല്ല, നീ ഒന്ന് മീൻ പിടിക്കാം. ഇവിടെ മീൻ പിടിച്ചില്ല എന്നുള്ള സംഘം വേണ്ട. അവര് സെറ്റ് ചെയ്ത് തരും. ഇട്ടാ മതിയോ? വെറുതെ ഇട്ടാ മതിയോ? ആയിട്ടോ. അമ്മേ, ഇതിലിങ്ങനെ കൊത്തുമ്പോ വലിക്കുവോ അങ്ങോട്ട്? ആ ഈ കിടക്കുന്നല്ലേ? ഇത് എഴുതി കാണിക്കണോടി. A few moments later. കൊത്തുന്നില്ല. കൊത്തുന്നില്ല. അങ്ങനെ നമ്മള് ചൂണ്ടകിടലിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്ത പാട്ട് മത്സരത്തിൽ കാണാമെന്ന് പറഞ്ഞ് ചൂണ്ട ഞങ്ങൾ തിരിച്ചു പോകുന്നു. അങ്ങനെ പറയാ, അവര് ഫുഡ് ഇട്ടതേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണെന്നാ അവര് പറഞ്ഞേ, അറിയത്തില്ല. ആ ഇവിടെ ജ്യൂസ് കൗണ്ടർ ഉണ്ട്. ഫുഡ് ലൈവ് ഉണ്ട്. ആ ഫിഷ് ഫ്രൈയും കൂന്തലല്ലേ അത്? കൂന്തല്
നമ്മളിവിടെ ഓർഡർ എല്ലാം ലൈവ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ലൈവ് തന്നെ അല്ലേ? ഈ സൈഡ് നല്ല വെയിലാണ്. ഇതേ അപ്പാപ്പൻ കള്ളൊക്കെ ചെത്തിയിട്ട് വരുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഇന്റീരിയർ അടിപൊളിയായിട്ടുണ്ടല്ലേ? അടിപൊളി. എന്നാണേലും വെയിലാണേലും നമ്മളിവിടെ നമുക്ക് എല്ലാം ഒന്ന് പറയാനും ഒക്കെ. അല്ല, നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫാമിലി റൂം ആകുമ്പോ ഇരിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോ സൺസെറ്റ് ആകും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഓർഡർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതുണ്ട്, ഒരു QR കോഡ് കണ്ടോ, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുൾ മെനു വരും. അപ്പൊ നമ്മൾ എന്നിട്ട് ഇവിടെ നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതി. QR കോഡ് കണ്ടോ, ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെനു കിട്ടും അല്ലേ? നോക്കിയാലോ? അങ്ങനെ നമ്മള് ഓർഡർ കൊടുത്തു. നമ്മള് ഒരു 2 പൊറോട്ട, പിന്നെ ഫിലോപ്പി ഫ്രൈ, പിന്നെ ഒരു നെയ്മീൻ ഫിഷ് നിർവാണ അല്ലെ, പിന്നെ പോത്തുംകൂട് നെഞ്ചും കപ്പയും അറിയത്തില്ല, പിന്നെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കുള്ള ഫിലോപ്പി ഇപ്പൊ അവിടെ ഫ്രൈ ചെയ്യുന്നു. നമുക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം അല്ലേ? ഓക്കെ, ഈ ആളാ കേട്ടോ നമുക്ക് ഓർഡർ ഒക്കെ എടുത്ത്. ബ്രോ പേരെന്ത് പറയാ? പേര് അമൽ. എവിടെയാ വീട്? എവിടെയാ? നോർത്ത് പറഞ്ഞത്. അപ്പൊ ആണോ? ഓക്കെ, താങ്ക് യു. നമുക്ക് ഇച്ചിരി എരിവ് കുറച്ചിടുമല്ലോ അല്ലേ? അതെ, 4ലോട്ടുള്ള ഫിലോപ്പി അല്ലേ അത്? നല്ല അടിപൊളി സർവീസ് ആണ്, പറയാതിരിക്കാൻ പറ്റും. നല്ല സർവീസ് തന്നെയല്ല നമ്മളോടുള്ള നമ്മള് ഡീൽ ചെയ്യുന്ന രീതി അല്ലേ? ആരോട് ചോദിച്ചാലേ ചിങ്കമ്മ ഇന്ന് ആ ഫിലോപ്പിയും കൊണ്ട് ഇരിക്കേണ്ടി വരുന്നു. നോക്കി അതിന്റെ സൈസ് നോക്കി ചേട്ടാ. എരിവ് ഇച്ചിരി കുറച്ച് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു. ഇതാണ് സിംഗുരൊന്ന് എടുത്ത് കാണിച്ച്. ഇല്ല, ഞാൻ എടുത്തു തരാം. അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്. വലിയ എരിവുണ്ടാവൂല തോന്നുന്നു. നോക്കാം. ഇതെന്താ? ഇത് സാധാ പ്രോൺസ്? നാരൻ. ഈ കാരച്ചിന് അത് വലിയ പ്രോൺസാ? ഈ ഫിഷ് ഐറ്റംസും ഇതും പ്രോൺസ് ഇതെല്ലാം ഇവിടുത്തെ ഫാമിലി തന്നെയാണോ? നമുക്ക് ഇവിടെ എല്ലാം അവൈലബിൾ അല്ല. കരിമീൻ, കാരച്ചിമീൻ ഇതൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ ബോണ്ടി തന്നെ. ബാക്കി വലിയ മീനുകൾ നമ്മൾ പുറത്ത് കിടക്കും. അധികം പുറത്തല്ലേ, മരമീനൊന്നുമില്ല, നല്ല നാടൻ മീൻ തന്നെ. ഇവിടെ കടൽ മത്സ്യങ്ങൾ അധികം അവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കടൽ മത്സ്യം അല്ലേ? നമ്മൾ കൂടുതൽ നാടനാണ് ഇവിടെ ചെയ്യുന്നത്. അടിപൊളി. അടിപൊളി കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോകല്ലേ? ഓക്കെ, താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ടല്ലേ? 4 സിംഗമ്മ. ഇത് ചിങ്കൂനുള്ള ഫിലോപ്പി ഫ്രൈ. അടിപൊളി. താങ്ക് യു. ഇനി നമ്മള് ടേബിളിലോട്ട് പോയാൽ മതി, അവര് കൊണ്ടുതരും. ഇത് നമുക്കുള്ളതാന്ന് തോന്നുന്നു. അതെ. അതെ, നമ്മൾ ഈ ഇടദിവസം വന്നോണ്ടാ കേട്ടോ. അവരും പറഞ്ഞു ശനി ഞായറൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ഗസ്റ്റുകളുണ്ടല്ലോ, അവര് വന്നിട്ട് ഭയങ്കര
പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. കിട്ടാൻ അല്ല ഇവിടെ ഒരു കാര്യം പറഞ്ഞ് നമ്മള് അവധി ദിവസങ്ങളിലൊക്കെ വിശന്ന് ഫുഡ് കഴിക്കാൻ വന്നാല് വലിയ പാടായിരിക്കും. കിട്ടാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആസ്വദിക്കാനായിട്ട് ഇനി ടേസ്റ്റ് എന്താണെന്നുള്ളത് അടിപൊളിയാണെന്നാണ് ഇവര് പറഞ്ഞത്. ഇനി ടേസ്റ്റ് എങ്ങനെയാന്ന് നമ്മൾ നോക്കിയിട്ട് പറയാം. അല്ലേ? കണ്ടിട്ട് സ്മെല്ല് വന്നിട്ടും ഒക്കെ നല്ലതാട്ടോ. നോക്കാം. അങ്ങനെ നമ്മുടെ ഇതാണ് കേട്ടോ ഫിഷ് നിർവാണ. കുറെ കാലമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ ഫിഷ് നിർവാണ. ഷെഫ് പിള്ളേരെ കഴിക്കാൻ പറ്റിയില്ലേ? പോത്തിന്റെ കൊള്ളാം കേട്ടോ, കണ്ടിട്ട് നല്ല രസമുണ്ട്. പൊറോട്ട വന്നോളൂ. ഇവിടെ കൂജക്കകത്താണോ കള്ള്? അടിപൊളി, സൂപ്പർ. 1 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു, ഒരാളേ ഉള്ളൂ. വെള്ളം. ഓക്കെ, താങ്ക് യു. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ആ മീനൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞു. 2 ഫിഷാ കേട്ടോ. ഒറ്റ ഫിഷ് അടി. ഓ, അതാ കണ്ടിച്ച് നടുവേ ഇങ്ങനെ കണ്ടിച്ചേക്കുന്ന 2 ഒരു ഇങ്ങനെ സ്ലൈസ് ചെയ്തേക്കുന്നു. നിന്റെ നിർവാണ. അല്ല, ഫിഷ് നിർവാണ. ഞാൻ ഫിഷ് എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പാവം എന്റെ പോത്തും പോത്തും നെഞ്ചും കൂടോ അങ്ങനെ എന്തോ. നോക്കട്ടെ, നിർവാണ ഇടണേ. നല്ല ടേസ്റ്റാട്ടോ. അയ്യോ, ആണോ? എന്തോ കേട്ടോ, അങ്ങനല്ല. ഞാൻ ഈ ടേസ്റ്റ് അല്ല പ്രതീക്ഷ, പക്ഷെ എരിവാട്ടോ പ്രതീക്ഷ. അധികം എരിവില്ല, എല്ലാവർക്കും കഴിക്കാം. ഇതെന്തോ കേട്ടോ ഇത് സംഭവം? ഇത് അടിയിലാണോ പൊറോട്ട? പൊറോട്ട ഇല്ലെന്ന്, കപ്പയാണ്. നോക്കട്ടെ, കപ്പയും ഇത്. എന്റെ പൊന്നിന്റെ മുളം മാത്രം കണ്ടാ മതിയല്ലോ. ഒരു രക്ഷയില്ല. സംഭവം പൊളി സംഭവട്ടോ. അതാ ഒരു പറഞ്ഞ് നല്ല റിവ്യൂ. ചമ്മന്തി ഉള്ളു, കാന്താരി ചമ്മന്തി. പൊന്നുമോനെ, അടിപൊളി, സൂപ്പർ. സൂത്രം കാണിച്ചു തരാവേ. അങ്ങോട്ട് നോക്ക്, പുറകോട്ട് നോക്ക്. ഇവിടെ വന്നിരുന്നതിന് ഗുണം ഉണ്ടായില്ലേ? അകത്താണ് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഫുഡൊക്കെ ആയി വരുമ്പോ മിക്കവാറും സൺസെറ്റ് ആയി. ഇവിടെ വെയിലൊന്നും ഇല്ലാതെ ഭയങ്കര രസം കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാൻ. അങ്ങനെയുണ്ട് കേട്ടോ പോത്തിന്റെ ചങ്കും കൂട്. അടിപൊളി. അല്ല, ഞാൻ പറഞ്ഞപ്പോഴേ വേറെന്തോ ഒരു സംഭവം, ഞാൻ വേറെന്തോ ഒരു ഷേപ്പിലൊക്കെ മൊത്തം ഇതുപോലൊരു പീസ് നമ്മുടെ നാട്ടിലെ കപ്പയില്ലേ? നമ്മുടെ നാട്ടിലെന്നല്ല, ഈ എല്ലും കപ്പയില്ലേ? എല്ലും കപ്പ. അതെ, അതിന്റെ വേറൊരു. പക്ഷെ ഈ കപ്പയ്ക്കകത്ത് എല്ലില്ല കേട്ടോ. കപ്പയില്ലേ ഇത്, ഇതിനകത്ത് എല്ലില്ല. ഇതിനകത്ത് ഫുൾ ബീഫാ. ബീഫ് ഇതുവാ. നല്ല പീസുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പീസ് വരും, വാരിയലിന്റെ ഒരു പീസ് വരും. അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്റെ കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ സാധനം സൺസെറ്റും കണ്ട് അടിപൊളിയായിട്ട് ഫുഡും കഴിച്ച് എല്ലാവർക്കും വരാൻ നല്ലൊരു സ്പോട്ടാട്ടോ. കള്ള് കുടിക്കുന്നവർക്ക് വരാം, കള്ള് കുടിക്കാത്തവർക്ക് വരാം, ആർക്കും വേണമെങ്കിലും വരാം. ഉഗ്ര സർവീസ്. ഇപ്പൊ നമുക്ക് ഉഗ്ര സർവീസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം അടിപൊളിയാട്ടോ. പിന്നെ ഫുഡും അടിപൊളി ഫുഡ്. പിന്നെ പറഞ്ഞാൽ നമുക്ക് വന്ന് ഇത് ഓർഡർ കിട്ടാൻ കുറച്ച് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ താമസിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള എന്റർടൈൻമെന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കഴിവതും ഫ്രീ ആയിട്ടുള്ളവരൊക്കെ വീക്ക് ഡേയ്സ് വരാൻ നോക്കണം. അതാകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. അവിടെ ആ മെയിൻ റെസ്റ്റോറൻറ്റിൽ കയറാതെ ഇങ്ങനെ ഫാമിലി ഹട്ടുണ്ട്. ഇവിടെ ഫാമിലിക്ക് ഇവിടെ വന്നിരിക്കും. ഫാമിലിക്ക് മാത്രമല്ല, ആർക്കൊന്നും ഇരിക്കാം കേട്ടോ. എന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈവസി ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടു. ഫുഡ്, ആംബിയൻസ്, ബാക്കി ആക്ടിവിറ്റീസ്, സർവീസ്, അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യം കേട്ടോ. ഉഗ്രൻ, അടിപൊളി. അപ്പോൾ എല്ലാവരും വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, ടേസ്റ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ചാനലിലൊന്ന് നമ്മുടെ ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ അതെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പൊ അടുത്ത അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.